കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിഷേധം. നാളെ വിലങ്ങാട് മേഖലയിൽ ബിജെപിയും കോൺഗ്രസും ഹർത്താൽ പ്രഖ്യാപിച്ചു. ദുരന്തബാധിതരുടെ വില്ലേജ് ഓഫീസ് ഉപരോധ സമരവും തുടരുകയാണ്. ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു, സർക്കാർ പ്രഖ്യാപനങ്ങൾ വൈകുന്നു, സർക്കാർ പുറത്തിറക്കിയ ദുരന്തബാധിതരുടെ ലിസ്റ്റിൽ എല്ലാവരുടെയും പേരില്ല തുടങ്ങിയ പരാതികൾ ഉന്നയിച്ചാണ് ദുരന്തബാധിതരുടെ സമരം. വില്ലേജ് ഓഫീസിന് മുൻപിലെ കുത്തിയിരിപ്പ് സമരത്തിനിടെ പ്രതിഷേധക്കാർ മുൻവശത്തെ ഗ്രില്ല് പൊളിച്ച് അകത്ത് കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. 27-ാം തീയതി തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്നും ജില്ലാ കളക്ടറെ വിലങ്ങാട് എത്തിക്കാമെന്നും ഉറപ്പ് നൽകിയതാണ്. പക്ഷേ തഹസിൽദാരുമായി ബന്ധപ്പെട്ടപ്പോൾ യാതൊരുവിധ മറുപടിയും അത് സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. വില്ലേജ് ഓഫീസിൽ അന്വേഷിക്കുന്ന സമയത്ത് വില്ലേജ് ഓഫീസർ കൃത്യമായ മറുപടി നൽകാൻ തയ്യാറാകുന്നില്ല. മേലധികാരികളിൽ നിന്ന് യാതൊരു മറുപടിയും കിട്ടുന്നില്ല എന്നാണ് താഴേക്കിടയിലുള്ള ഓഫീസർമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമരം ഏതറ്റം വരെയും പോകാൻ ഇവിടുത്തെ ജനങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. ഇന്ന് ഈ വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടക്കുന്ന സമരം ഒരു അനിശ്ചിതകാല സമരം എന്ന നിലയ്ക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 50-ലേറെ പേരാണ് പ്രതിഷേധം നടത്തുന്നത്. കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഇവരെ ക്യാമ്പിലേക്ക് മാറ്റിയത്. നാളെ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ വിലങ്ങാട് ടൗൺ മേഖലയിൽ ബിജെപിയും കോൺഗ്രസും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.